പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്ക് സ്വാഗതം. റേഷൻ സംബന്ധമായിട്ടുള്ള ഒരു വാർത്തയാണ്. APL കാർഡുകാർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ധാരാളം പ്രതിഷേധങ്ങൾക്കൊടുവിൽ APL കാർഡുകാരുടെ ഒരു അവസ്ഥ ഗവൺമെന്റ് ചെറുതായിട്ടെങ്കിലും മനസ്സിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. APL കാർഡുകാർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു റേഷൻ ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും ഓണാക്കി വെക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല വിധത്തിലുള്ള റേഷൻ ആനുകൂല്യങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുകയുണ്ടായി. അതിൽ വളരെ തുച്ഛമായിട്ടാണ് APL കാർഡുകാർക്ക് ലഭിച്ചത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകളാണ് APL കാർഡുകാർ എന്നാണ് വിലയിരുത്തൽ. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് അവരെ APL കാർഡുകാരായി പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് നമ്മൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ഒരുപാട് റേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ചെയ്തപ്പോൾ മനസ്സിലായി. കാരണം പല ആളുകളുടെയും കമന്റുകളിൽ നിന്നും പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് അറിയിച്ച കാര്യങ്ങളും എനിക്ക് വന്ന വാട്സപ്പ് മെസ്സേജുകളിൽ നിന്നും എനിക്ക് മനസ്സിലായ പല കാര്യങ്ങളുമുണ്ട്. ഒരുപാട് പാവപ്പെട്ട ആളുകൾ, ഒരു ഗതിയും ഇല്ലാത്ത വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, നിത്യരോഗികളായ ആളുകൾ ഒക്കെ APL വിഭാഗത്തിൽ പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവർക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസം സൗജന്യമായിട്ട് സംസ്ഥാന സർക്കാർ ഒരു 15 കിലോ റേഷൻ അരി നൽകിയത് എല്ലാവർക്കും ലഭിച്ചതുപോലെ സൗജന്യമായിട്ടുള്ള കിറ്റാണ്. അതല്ലാതെ കാര്യമായിട്ട് റേഷൻ വിഹിതമായിട്ട് അവർക്കൊന്നും ലഭിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ APL കാർഡുകാർക്ക് കഴിഞ്ഞ 2 മാസം, മെയ് മാസവും ജൂൺ മാസവും ഓരോ 10 കിലോ വീതം അരി അനുവദിക്കുകയുണ്ടായി. ആ അരി എന്ന് പറയുന്നത് 1 കിലോക്ക് 15 രൂപ കൊടുത്ത് 150 രൂപക്ക് 10 കിലോ അരിയായിരുന്നു. അതാണ് പിന്നെ ലഭിച്ചത്. മെയ് ജൂൺ മാസങ്ങളിലായിരുന്നു അത് അതോടെ കഴിയുകയും ചെയ്തു. പിന്നെ ജൂലൈ മാസത്തിലെത്തിയപ്പോൾ APL കാർഡുകാർക്ക് സാധാരണ ലഭിക്കുന്ന റേഷൻ അല്ലാത്ത ഒന്നുമില്ല. വെള്ള കാർഡുകാർക്കാണെങ്കിൽ ഒന്നും ലഭിക്കാത്ത വെറും തുച്ഛമായ 2 കിലോ അരിയൊക്കെയാണ് ലഭിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കൂടി കണക്കിലെടുത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു അവസ്ഥയും കൂടി കണക്കിലെടുത്ത് കോവിഡിന്റെ വ്യാപനം ഡെയിലി 1000-ന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും ലോക്ക്ഡൌണിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് APL കാർഡുകാർക്ക് പുതിയൊരു പദ്ധതിയും കൂടി പുതിയൊരു അരി കൂടി ലഭിക്കുന്ന ഒരു പദ്ധതി ഗവൺമെന്റ് ആവിഷ്കരിക്കുകയാണ്. അതായത് അത് ലഭിക്കാൻ പോകുന്നത് കിലോക്ക് 10 രൂപ നിരക്കിൽ 15 കിലോ അരി, അങ്ങനെ 150 രൂപക്ക് 15 കിലോ അരിയാണ് ലഭിക്കാൻ പോകുന്നത്. അത് ഈ മാസം വിതരണം ഉണ്ടാകുകയില്ല. ഈ ജൂലൈ മാസത്തിൽ അത്തരം ഒരു അരിയെ കുറിച്ച് വിതരണം ഉണ്ടാകുമെന്നുള്ള ഒരു റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല. പിന്നെ ഈ മാസം ഇനി അവർക്ക് ലഭിക്കാൻ പോകുന്നത് 20 കിലോ അരിയാണ്. 20 കിലോ അരി 300 രൂപക്ക് ലഭിക്കും. അതും കഴിഞ്ഞ 2 മാസങ്ങളിൽ ഈ സ്പെഷ്യലായിട്ട് 150 രൂപക്ക് 10 കിലോ ലഭിക്കുന്ന അരി വാങ്ങാത്ത ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പൊ അടുത്ത മാസം മുതൽ ഒരു 15 കിലോ അരി 10 രൂപ നിരക്കിൽ പ്രതീക്ഷിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സന്തോഷത്തോടു കൂടി വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.